ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സ്റ്റഡി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനൊരു 12th സ്റ്റുഡൻ്റാണ്. അപ്പോൾ മെയ് 1 തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു ഈ 12th ജേർണി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കതിന് കഴിഞ്ഞില്ല. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഡേറ്റിൽ തുടങ്ങൽ എനിക്കില്ല. ഞാൻ എപ്പോഴും പറയുന്നതിന് വിട്ട് നല്ലോണം കഴിഞ്ഞ് അത്യാവശ്യം ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ +1 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഞാൻ 10th കഴിഞ്ഞതിൻ്റെ ക്ഷീണമായതുകൊണ്ട് ഞാൻ അത്യാവശ്യം ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് നല്ലോണം ഉഴപ്പ് തന്നെയായിരുന്നു +1 പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി +1 കുഴപ്പമുണ്ടായിരുന്നില്ല, എക്സാമുകളൊക്കെ നല്ലോണം പഠിച്ചൊരു കുട്ടിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാവുന്ന പേപ്പേഴ്സ് തന്നെയായിരുന്നു. കെമിസ്ട്രി മാത്രമായിരുന്നു മൊത്തത്തിൽ ഇത്തിരി ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നത്, ബാക്കിയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും 12th അങ്ങനെ ഇല്ലാണ്ടിരിക്കാനായിട്ട് ഞാൻ നേരത്തെ പഠിച്ചു തുടങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വിചാരിക്കണ പോലെയൊന്നും ആവില്ല. കുറച്ചങ്ങോട്ട് 2 ആഴ്ച പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മടുക്കും, പിന്നെ നമ്മൾ വീണ്ടും പഴയ ആൾക്കാരൊക്കെ ആവും. പക്ഷെ അങ്ങനെ ആവരുതെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടിട്ടൊക്കെയാണ് ഞാനിങ്ങനെ സ്റ്റഡി വ്ളോഗൊക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് പഠിക്കാനൊക്കെ ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ തന്നെയാണത്. അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രി ഞാൻ കാണൽ എപ്പോഴും സൈലത്തിൻ്റെയാണ്. മാധവ് സാറിൻ്റെ ക്ലാസ്സാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. അപ്പോൾ ഞാൻ അത് കണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ കൂടുതലും കാണൽ സൈലും അതുപോലെ തന്നെ എക്സാമിനറാണ്. എനിക്കതാണ് കൂടുതലിഷ്ടം, മറ്റൊന്നും ഞാൻ കാണാറില്ല. അതായത് ഞാൻ 1ാം തീയതി പഠിക്കണം എന്ന് ഞാൻ വിചാരിച്ച് തുടങ്ങി. ഞാൻ പഠിച്ചു തുടങ്ങിയത് മെയ് 14-നാണ്. അതായത് മെയ് 14-നാണ് ഞാൻ കെമിസ്ട്രിയുടെ ഒരു ലൈവ് ക്ലാസ് കഴിഞ്ഞതാണ്. പക്ഷെ അത് ഞാൻ ഇന്ന് കാണാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കത് പോയി കണ്ടിട്ട് വരാം. പിന്നെ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ +1 തൊട്ട് എനിക്ക് കെമിസ്ട്രി ഇഷ്ടമല്ല. മൊത്തത്തിൽ എനിക്ക് കെമിസ്ട്രി ഇഷ്ടമല്ല. അപ്പം കെമിസ്ട്രിയിലാണ് എനിക്ക് മാർക്ക് കുറയാൻ നല്ല സാധ്യത. പിന്നെ ഇപ്രാവശ്യത്തെ കെമിസ്ട്രി എക്സാം ആണെങ്കിൽ നല്ല ഡിഫിക്കൽട്ടും ആയിരുന്നു. +1 കെമിസ്ട്രി വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ +12 കെമിസ്ട്രി നല്ല ടഫാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി 3G ആവണ്ടെന്ന് വിചാരിച്ചിട്ട് മുന്നേ തന്നെ പഠിച്ചു തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. +1-കാരോട് എനിക്ക് പറയാനുള്ളതും +1 കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി വെച്ച് ബാക്കിയൊന്നും കുഴപ്പമില്ലാത്തതാണ്. അത്യാവശ്യം നമ്മളത് പഠിച്ച് വെക്കുക. +1 ഞാനിങ്ങനെ ഉഴപ്പി നടന്ന കാരണം എനിക്ക് ചില സബ്ജക്റ്റിൽ ചില ചാപ്റ്റേഴ്സ് വരെ എനിക്ക് കവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തലേദിവസത്തെയും ആ വീക്കെൻഡിലൊക്കെയുള്ള ലൈവ് ക്ലാസ്സൊക്കെ എങ്ങനെയോ കണ്ടിട്ടൊക്കെയാണ് പോയിട്ട് എക്സാം എഴുതിയിട്ടുള്ളത്. കെമിസ്ട്രിയുടെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. മറ്റും കുഴപ്പമില്ല, അങ്ങനെ അങ്ങോട്ട് പോകണു. അങ്ങനെ ഞാൻ എൻ്റെ ക്ലാസ് സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ +2ൻ്റെ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ വീഡിയോസാണ്. മനുഷ്യനെ പേടിപ്പിക്കാനാണോ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. +2ൻ്റെ റിയാലിറ്റീസ്, നിങ്ങൾ ബുദ്ധിമുട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. നല്ല പേടിയാവുണ്ട് ശരിക്കും പറയാൻ വെച്ചാൽ. ഇവരിങ്ങനെ ഫിസിക്സ് ടഫാവും +1-ലേക്കാട്ടിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇയർബഡ്സൊക്കെ വെച്ച് ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്കാണെങ്കിൽ 1 മണിക്കൂറിന് കൂടുതൽ എനിക്ക് ക്ലാസ് കേൾക്കുന്നത് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ സൈലത്തിൻ്റെ നോക്കിയപ്പോൾ കെമിസ്ട്രി കറക്റ്റ് 1 മണിക്കൂറും 6 മിനിറ്റ് എന്തുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ക്ലാസ് ഇരുന്ന് കണ്ടു. അപ്പോൾ എനിക്ക് അത്യാവശ്യം മനസ്സിലായി. പിന്നെ മാധവ് സാർ എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കെമിസ്ട്രി എനിക്ക് ആളുടെ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. ആൾ ഭയങ്കര ഒരു പ്രത്യേക രീതിയിലാണ് ക്ലാസ് എടുക്കുക. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാനായിട്ട്. കെമിസ്ട്രി എനിക്ക് ഇഷ്ടമില്ലെങ്കിലും ആളുടെ ക്ലാസ് ഞാൻ അങ്ങനെ കേട്ടിരിക്കും. ചിലപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ കേട്ടിരുന്നോളും. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കൂടുതലും +1 പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഫസ്റ്റത്തെ ചാപ്റ്റർ ആയ കാരണം ചെറിയൊരു സമാധാനം ഉണ്ട്. അങ്ങനെ 1 മണിക്കൂറിൽ ഞാൻ ചിലതൊക്കെ ഞാൻ 2x പഠിക്കും. കാരണം +1 ഞാൻ അങ്ങനെയായിരുന്നു. എക്സാമിൻ്റെ സമയത്തൊക്കെ 2x ഇട്ടിട്ടായിരുന്നു ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 1 മണിക്കൂറിൻ്റെ ക്ലാസ് കേട്ടിട്ട് ഞാൻ ഏകദേശം ഒരു 3 പേജിൻ്റെ അടുത്ത് നോട്ട്സൊക്കെ എഴുതിയെടുത്തു. എനിക്ക് അപ്പോഴാണ് ശ്രദ്ധ കിട്ടുള്ളൂ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഞാൻ 2-3 പേജ് ഇതുപോലെ നോട്ട്സ് എഴുതി. എനിക്കിത് പെട്ടെന്ന് വായിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഞാൻ +1 ഇത് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സാമിൻ്റെ സമയത്ത് ഇതുപോലെ എഴുതിയൊക്കെ നോക്കും. അപ്പോൾ ആ എഴുതി ഓർമ്മയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് 12th പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ജേണിയിൽ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെയൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചു തുടങ്ങിയാൽ അപ്പോഴത്തേക്കൊക്കെ എന്തെങ്കിലും സെറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെ കിടക്കേണ്ടി വരും. പിന്നെന്താ, കീപ് സപ്പോർട്ടിങ് മീ. താങ്ക്സ് ഫോർ വാച്ചിങ്. ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.